Hi students. നമ്മൾ റാൻഡം വേരിയബിൾസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് വേരിയബിൾസ് പഠിക്കുന്നുണ്ട്. ഒന്ന് ഡിസ്ക്രീറ്റ് വേരിയബിളും മറ്റൊന്ന് കണ്ടിന്യൂസ് വേരിയബിളും. ഡിസ്ക്രീറ്റ് വേരിയബിളിലെ കേസിൽ അതിന്റെ മീൻ, വേരിയൻസ്, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഈ തന്നിരിക്കുന്ന പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ PMF ആണോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെയായിരിക്കും ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക? അതിന് രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്തൊക്കെയാണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് ഇവിടെയുള്ള എല്ലാ പ്രോബിലിറ്റീസും എന്താണ്? 0നെക്കാട്ടും കൂടുതലായിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലാതും എന്താണ്? പോസിറ്റീവ് ആണ്, 0നെക്കാട്ടും വലിയ ആൾക്കാരാണ്. ഇനി നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? എല്ലാ പ്രോബിലിറ്റീസും ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 1 ആണ് എന്ന് കിട്ടണം. ആഡ് ചെയ്ത് നോക്കിയാലോ? 0.5 പ്ലസ് 0.3 പ്ലസ് 0.2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 ആണെന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണ്? ഇതൊരു PMF ആണ്. സോ PMF കാണാൻ പറഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലാണ് ചെയ്യേണ്ടത്. സോ ഇതൊരു PMF ആണെന്ന് കിട്ടി. ഇനി ഇതിൻ്റെ മീൻ കാണാൻ വേണ്ടി എന്താണ് ചെയ്യുക? മീൻ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്നാണ് എന്ത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്? സിഗ്മ എക്സ് പി ഓഫ് എക്സ്. ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഈ എക്സും തന്നിരിക്കുന്ന എക്സും അതിൻ്റെ റെസ്പെക്റ്റീവ് പ്രോബിലിറ്റി എത്രയാണോ അത് രണ്ടും കൂടെ എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെ എല്ലാവർക്കും ചെയ്യുന്നു. എന്നിട്ട് എന്താണ്? എല്ലാത്തിനും കൂടെ എന്താ? ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? ദിസ് ഇസ് ഈക്വൽ ടു 0 ഇൻറ്റു 0.2. ആദ്യത്തെ ആളെ എടുത്തു. ഇനി സെക്കൻഡ് ഏതായിരിക്കും? 1 ഇൻറ്റു 0.5 പ്ലസ് 1 ഇൻറ്റു 0.5 പ്ലസ് 2 ഇൻറ്റു 0.3. സോ മൂന്നാമത്തെ ആൾ എന്താണ്? നമ്മൾ 2 ഇൻറ്റു 0.3. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും വരിക? 0 ഇൻറ്റു 0.2 0 പ്ലസ് 1 ഇൻറ്റു 0.5 എത്രയാണ്? 0.5 ആണ്. പ്ലസ് 2 ഇൻറ്റു 0.3 ചെയ്യുമ്പോൾ നമുക്ക് 0.6 കിട്ടും. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1.1 ആണ്. സോ നമ്മളെ മീൻ വാല്യൂ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 1.1 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇതിൻ്റെ വേരിയൻസ് കാണാനാണ്. വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. ഇനി എന്താ കാണേണ്ടത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കാണണം. കാരണം ഓൾറെഡി എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇവിടെ ഉണ്ട്. ഇനി കാണേണ്ടത് ആരെയാണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണെന്ത് നമ്മൾ കാണേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്: സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് എന്നാണ് കിട്ടുക. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇനി ചെയ്യേണ്ട എന്താ? ഓരോ എക്സ് വാല്യൂസിൻ്റെ എന്താണ്? സ്ക്വയർ എടുക്കുക. എന്നിട്ട് ഇവരെ തമ്മിൽ എന്താണ്? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? 0 സ്ക്വയർ ഇൻറ്റു 0.2 പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 0.5 പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു 0.3. ഇതാണ് എന്ത്? നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും ആൻസർ വരാം? ദിസ് ഈക്വൾ ടു 0 പ്ലസ് 1 ഇൻറ്റു 0.5. 1 സ്ക്വയർ എന്താണ്? 1 ആണ്. ആൻഡ് ഇവിടെ 2 സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാണ്? 4 ആണ്. സോ ഇവിടെ എത്ര വരും? 1 ഇൻറ്റു 0.5 എന്ന് പറയുന്നത് 0.5 തന്നെയാണ്. 4 ഇൻറ്റു 0.3 അത് 1.2 ആണ്. സോ ഇവിടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 1.7 ആണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ്. ഇനി കാണേണ്ടത് എന്താണ്? നമുക്ക് വേരിയൻസ് കാണണം. വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 1.7 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 1.1 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെ എന്താണ്? സ്ക്വയർ ആണ് വേണ്ടത്. is equal to 1.7 മൈനസ് 1.1ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാണ്? 1.21 ആണെന്ന് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു 0.49 എന്ന് കിട്ടും. ഇതാണ് എന്ത്? നമ്മളുടെ ഈ ഒരു കേസിൽ വേരിയൻസ് ആയിട്ട് കിട്ടുന്നത്. ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. സോ നമുക്ക് ഇത്തരത്തിലൊരു ടേബിളാണ് നമുക്ക് അവിടെ ആവശ്യമായിട്ടുള്ളത്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ or equal to x എന്നാണ്. അതായത് സിഗ്മ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് പി ഓഫ് എക്സ്. ഇതാണ് എന്ത്? നമ്മൾ ഇക്വേഷൻ വരുന്നത്. സോ ഇവിടെ നമ്മൾ എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണെന്ന് അറിയാം. 0, 1, 2. ഇനി നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടും? ആദ്യം എക്സിന് 0 എന്ന് കൊടുക്കുമ്പം എന്തായിരിക്കും വരിക? പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ 0നെക്കാളും ചെറിയ വാല്യൂ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്? ഈക്വൽ ടു 0 ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ ഈക്വൽ ടു 0 മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ 0.2 എന്നായിരിക്കും വരാം. ഇനി ഇവിടെ എക്സിന് പകരം ഇവിടെ എത്രയാണ്? എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള കേസാണ് വരുന്നത്.
അപ്പോൾ ഇവിടെ ഒന്നോ അതിൽ താഴെയോ ചെയ്യേണ്ട എന്താണ്, ഈ രണ്ട് പ്രോബബിലിറ്റീസ്, ഒന്നിന് താഴെ എന്ന് വെച്ചാൽ എന്താണ് 0 മാത്രമാണുള്ളത്, അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി പ്ലസ് 1 എന്താണ് അതിൻ്റെ പ്രോബിലിറ്റി, എക്സിൻ്റെ വാല്യൂ 1 വരുമ്പോൾ ഉള്ള അതിൻ്റെ പ്രോബിലിറ്റി. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത് 0.2 പ്ലസ് 0.5, ആൻസർ വരുന്നത് 0.7 എന്നായിരിക്കും. ഇനി ലാസ്റ്റ് 1 എന്ന് വെച്ചാൽ എന്താണ് 2. സോ ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്ത് വരും, എക്സിൻ്റെ വാല്യൂ 2 എന്നായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ വരുന്നത് എന്തായിരിക്കും, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 വരുന്ന കേസിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. സോ അതായത് ഇവിടെ ഏതൊക്കെ പ്രോബിലിറ്റീസ് ഉണ്ട്, എക്സിൻ്റെ താഴെ ഇവിടെ 0 ഉണ്ട്, പിന്നെ എന്താണ് എക്സിൻ്റെ താഴെ ഇവിടെ 1 ഉണ്ട്, പിന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് കൊണ്ട് തന്നെ എന്തും കൂടെ ഉണ്ട്, ഈക്വൽ ടു 2 കൂടെ ഉണ്ട്. അപ്പോൾ പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 കൂടെ എന്താണ് അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വരും, പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് 0.2 ആണ്, 0.5 പിന്നെ എന്താണ് 0.3. ഈ 3 ആൾക്കാരെ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 0.2 പ്ലസ് 0.5 പ്ലസ് 0.3, ഫൈനൽ ആൻസർ എന്ത് വന്നു, 1 എന്ന് വന്നു. സോ ഇതാണ് എന്ത് നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ടേബിൾ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള കണ്ടന്റ്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.